ശരത്തേട്ട, രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞ സെമിനാറിൻ്റെ കാര്യം. മറ്റൊന്ന്, മനുഷ്യൻ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോണുമായിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. ഇത് വിളിച്ചാലും കിട്ടത്തില്ല, കണക്ഷനും കിട്ടൂല. അപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ എങ്ങനെയാണ് ആ സെമിനാറിനെ വിലയിരുത്തിയതെന്ന്. വളരെ വ്യക്തമാണ് അതിൻ്റെ ഉത്തരം. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മറ്റൊരു നേതാവിനെക്കുറിച്ചോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ ഇത്ര ഹൃദയബന്ധത്തോടെ സംസാരിച്ചിട്ടില്ല. എൻ്റെ സഹോദരൻ അദ്ദേഹം മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, ഞങ്ങളുടെ പാർട്ടിയുടെ കൊടിയുടെ പകുതിയും ചുവപ്പാണ്, നിങ്ങളിൽ പാതിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ ഈ രാജ്യത്ത് ഏറ്റവും വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷത്തെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് എം കെ സ്റ്റാലിൻ. അതിനപ്പുറം ഒരു രാഷ്ട്രീയ ബോധ്യം അതിൽ വരേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇന്നലെ എനിക്ക് ഇന്നലെ ആ സ്റ്റാലിൻ്റെയും മുഖ്യമന്ത്രിയുടെയും എല്ലാം തന്നെ ആ പ്രസംഗം അത് കേൾക്കണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെയും ഇവിടുത്തെ ദേശീയ പത്രങ്ങളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ്. പക്ഷേ ഇന്നലെ ഈ വൃന്ദാകരാട്ടിൻ്റെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യാനായി ഞാൻ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ വാർത്ത കൊടുക്കുക, അതുപോലെ ഇവിടെ സമ്മേളനത്തിലെ നടപടിക്രമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുക. ആ ദൗത്യം ഏൽപ്പിച്ചതിനാൽ ഞാൻ കുടുങ്ങിപ്പോയി തന്നെ പറയാം. അപ്പോൾ ശരത്ത് പക്ഷേ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരത്തിന് മനു അത് രസമാണ്. ഇതിൽ നമ്മുടെ വാർത്താ സംഘത്തെ മുഴുവൻ ആരൊക്കെ എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്ന രാജേന്ദ്രനാണല്ലോ. എല്ലാവരും നിശബ്ദമായിട്ടിരുന്നു. അവസാനം എല്ലാവർക്കും പണി പകുത്തു കൊടുത്ത രാജേന്ദ്രൻ പറഞ്ഞു, എന്നാൽ പിന്നെ വാർത്താ സമ്മേളനം ഞാൻ നോക്കാം, നിങ്ങളൊക്കെ സെമിനാറിന് പോകുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളാരും എതിർക്കാൻ പോയില്ല, ശരി ആയിക്കോട്ടെ. അതുകൊണ്ടാണ് രാജേന്ദ്രൻ ആ പറഞ്ഞതിലൊരു സത്യസന്ധമായൊരു വശമുണ്ട്. പക്ഷേ മനു പറഞ്ഞ പോലെ അത് ജീവിതത്തിലെ വളരെ അവിസ്മരണീയമായ ഒരു കാഴ്ചയും ഒരു അനുഭവമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എനിക്ക് തമിഴ് അത്ര വലിയ വശമൊന്നുമില്ല, പക്ഷേ നമുക്കറിയാവുന്ന തമിഴിൽ നിന്നും അതിനപ്പുറത്തേക്ക് അദ്ദേഹം ആ തമിഴ് ഭാഷയുടെ ഭംഗിയിൽ അതിൻ്റെ ആഴത്തിൽ, ഉള്ളടക്കത്തിൽ, അതിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനപ്പോൾ ശ്രദ്ധിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ടിരിക്കുന്നത് കാണാമായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചത് ഈ ഫെഡറലിസത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നുള്ള വളരെ ഗൗരവമായ ഒരു അഭിസംബോധനയാണ്. ആ വിഷയങ്ങൾ ഓരോന്നും അവതരിപ്പിച്ചാണ് അദ്ദേഹം. ഫെഡറലിസം ആക്രമിക്കപ്പെടുന്നു, അതുപോലെ തന്നെ UGC കരടിനെക്കുറിച്ച് സൂചിപ്പിച്ചു, ഗവർണർമാരെങ്ങനെ ഇടപെടുന്നു, അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇങ്ങനെ വിഷയങ്ങൾ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു. മൈ ബ്രദർ, നേരത്തെ പറഞ്ഞ പോലെ മൈ ബ്രദർ സ്റ്റാലിൻ എന്ന് പറഞ്ഞാണ് സംസാരിച്ചത്. അപ്പോഴാണ് തിരിച്ച് അപ്പുറത്ത് അതും കഴിഞ്ഞ് അപ്പോൾ കർണാടക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ സുധാകർ വന്ന് സംസാരിച്ചു. അപ്പോൾ സിദ്ധാരാമയ്യ സർക്കാരിൻ്റെ ഈ പാർട്ടി സമ്മേളനത്തിനുള്ള റവല്യൂഷണറി ഗ്രീറ്റിംഗ്സ് ഒക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതും കൗതുകകരമായൊരു കാഴ്ചയായിരുന്നു. പക്ഷേ സമാന മനസ്കരായ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അവഗണിക്കപ്പെടുന്ന ഫെഡറലിസത്തിൻ്റെ ആ സ്ട്രക്ചറിൽ നിന്നുള്ള ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് കർണാടക അവതരിപ്പിച്ചത്. കേരളത്തിലെ കോൺഗ്രസ്സുകാർ കാണേണ്ടുന്നതായിട്ടുള്ള ഒരു അനിവാര്യമായി യോജിച്ച പോരാട്ടം എന്ന് CPIM പറയുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ കാഴ്ച തന്നെയായിരുന്നു. നിരവധി വിഷയങ്ങളിൽ അത്തരം യോജിച്ച പോരാട്ടം ഉണ്ടാകേണ്ട കേരളം നേരിടുന്നതിന് സമാനമായ അവസ്ഥയിലൂടെയാണ് കർണാടകവും കടന്നു പോകുന്നത്, തമിഴ്നാടും കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പങ്കുവെക്കലാണ് ഉണ്ടായത്. കർണാടക കോൺഗ്രസ് സർക്കാരിന് വേണ്ടിയാണ് അദ്ദേഹം വന്ന് സംസാരിച്ചത് എന്നതുകൂടി ഓർക്കണം. സഖാവ് പിണറായി വിജയൻ സാർ എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ സുധാകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന അതിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച ബഹുമാന്യനായ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞത് തുങ്കാ നഗരം ഇന്ന് ചുവപ്പ് നഗരമായി എന്ന് മധുരയിൽ നിന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി പറയുമ്പോൾ അസാമാന്യമായ കയ്യടികളോടെയാണ് CPIM പ്രവർത്തകർ അത് ഏറ്റെടുത്തത്. ഒന്ന് അത് കഴിഞ്ഞ് പറഞ്ഞത് ഒരു ചെറിയ തിരുത്തതിനകത്തുള്ളത് ഞങ്ങളുടെ കൊടിയിൽ പാതി ചുവപ്പാണ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളിൽ പാതി നിങ്ങളാണ് എന്നാണ് പറയുന്നത്. ഞങ്ങളിൽ പാതി നിങ്ങളാണ്. കരുണാനിധി ജീവിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റായിട്ടാണ് ജീവിക്കുന്നത് എന്ന ധാരണയോടെ ബോധ്യത്തോടെയാണ് കരുണാനിധി കഴിഞ്ഞിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ സ്റ്റാലിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പേരിൻ്റെ ആ ഒരു മുഴക്കത്തെ അദ്ദേഹം അവിടെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നിറഞ്ഞ കരഘോഷമായിരുന്നു ഓരോ ഘട്ടത്തിലും. അതുപോലെ തന്നെ കാൾ മാർക്സിന് ചെന്നൈയിൽ സ്മാരകം പ്രഖ്യാപിച്ചു, നിയമസഭയിൽ പ്രഖ്യാപിച്ച ശേഷമാണ് മുഖ്യമന്ത്രി മധുരയിലേക്ക് വന്നത്. അതിന് തിരിച്ചു ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ CPIM പ്രവർത്തകർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ്
മുഖ്യമന്ത്രിയെ അവർ തിരിച്ച് അതിൻ്റെ ഒരു സ്നേഹാശംസകൾ, ഐക്യദാർഢ്യം അല്ലെങ്കിൽ പിന്തുണ, നന്ദി അറിയിച്ചത്, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ രാഷ്ട്രീയ കാഴ്ചകൾ സംസ്ഥാനങ്ങൾ എങ്ങനെ ഒത്തൊരുമയോടെ യോജിപ്പോടെ മുന്നോട്ട് പോകണം എന്ന കാരണം ഒരു വലിയ പോരാട്ടത്തിൻ്റെ കാലത്ത് സംസ്ഥാനങ്ങൾ അതും ഇതും പറഞ്ഞു മാറി നിൽക്കുകയല്ല വേണ്ടത്. സംസ്ഥാനങ്ങൾ യോജിപ്പോടെ വിഷയാധിഷ്ഠിതമായി തന്നെ ചേർന്ന് നിൽക്കേണ്ടതുണ്ട് എന്നാണ് സ്റ്റാലിൻ്റെ ഓരോ വാക്കുകളും മുഖ്യമന്ത്രിയും അവർ തമ്മിലുള്ളൊരു ഊഷ്മളമായ ബന്ധത്തെയുമൊക്കെ എല്ലാ അർത്ഥത്തിലും നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലൂടെ വിഷയങ്ങളെല്ലാം, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കാട്ടുന്ന സമീപനത്തെക്കുറിച്ചൊക്കെ നിശ്ചിത വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. അങ്ങനെ ഏറ്റവും അർത്ഥവത്തായ ഈ 24-ാം മധുര പാർട്ടി കോൺഗ്രസിനെ ഏറ്റവും അധികം അർത്ഥവത്താക്കി മാറ്റുന്ന ഒരു വലിയ പരിപാടിയായി അത് മാറിയിരുന്നു. ആ നിലയിൽ തന്നെ നമ്മുടെ മലയാളികളൊക്കെ അത് കാണുന്നുണ്ട്. ഒരുപാട് വീഡിയോകൾ അതിൽ നിന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവവും വളരെയധികം അങ്ങനെ പ്രചരിക്കുന്നുമുണ്ട്. മനുവും കണ്ടു കാണുമല്ലോ അല്ലേ? തീർച്ചയായും ഞാനത് കണ്ടു. അത് വിശദമായി തന്നെ അത് ആസ്വദിക്കുകയും ചെയ്തു. എനിക്കത് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു നഷ്ടബോധം മാത്രമാണ്. ഇപ്പോൾ രാജേന്ദ്രന് പറ്റിയ അതേ അവസ്ഥയാണ് എനിക്കും സംഭവിച്ചിരിക്കുന്നത്. അങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്നത് മാത്രമാണ് അതിൽ പറയാനുള്ളത്.